വാർത്തകളിലേക്ക് കടക്കുന്നു. ആത്മഹത്യ ചെയ്ത കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകൻ മുളങ്ങാശ്ശേരിയിൽ സാബുവിനെ CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. അടി വാങ്ങേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നുമാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയായ VR സജിയുടെ ഭീഷണി. പണം ആവശ്യപ്പെട്ടതിനെ ബാങ്ക് നിരന്തരം ദ്രോഹിച്ചെന്ന് സാബുവിന്റെ കുടുംബവും പറഞ്ഞു. എന്നാൽ പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നാണ് CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി പ്രതികരിച്ചത്. സാബുവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാബുവിന്റെ മരണത്തിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് CPIM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി സന്ദേശം പുറത്തുവന്നത്. പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചുതള്ളിയെന്ന് സാബു പറഞ്ഞപ്പോഴായിരുന്നു നിങ്ങൾ അടിവാങ്ങേണ്ട സമയം കഴിഞ്ഞെന്ന സജിയുടെ ഭീഷണി. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ചു തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ, നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. അതിനിടെ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്തെത്തി. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർ അപമാനിച്ചെന്ന് മേരിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. അതിനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചൻ വയ്യാതെ ഇവിടെ കിടന്ന കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചേച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറയുന്ന സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കോളൂ, പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. സാബു ഭയങ്കര ഹരാസായി. ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥ. പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്നായിരുന്നു CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജിന്റെ പ്രതികരണം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണെന്നും മാത്യു ജോർജ് പറഞ്ഞു. ഞങ്ങളാ കുടുംബത്തോടൊപ്പമാണ്, അതിൽ തർക്കമില്ല. സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രി VN വാസവൻ തന്നെ ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അല്ലാത്ത തലത്തിലും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ പോലീസിന്റേതായ നിലയിൽ ഒക്കെ നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വ്യാഴാഴ്ചയാണ് ഭാര്യയുടെ ചികിത്സയ്ക്ക് നിക്ഷേപത്തുക ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരിയായ സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.